ഏവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷം വേറിട്ട അനുഭവമായി മാറി. KSCSA മലപ്പുറം ജില്ലാ കമ്മിറ്റിയും ബ്ലേസിംഗ് സ്റ്റാർ ക്ലബ്ബ് ആലത്തിയൂരും സംയുക്തമായി തിരൂർ AWH സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളോടും അധ്യാപകരോടും രക്ഷിതാക്കളോടുമൊപ്പം ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷം കൂടെ എന്ന പേരിൽ സംഘടിപ്പിച്ചു. പരിപാടി കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. KSCSA ജില്ലാ പ്രസിഡന്റ് ബാബുരാജ് KM അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുജീബ് പുളയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന സംസ്ഥാനത്ത് ഞങ്ങളുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് മറ്റ് ഇതര വിഭാഗങ്ങളെ അപേക്ഷിച്ച് ഒരു ഏക സംഘടനയാണ് എന്നുള്ളതാണ്. എല്ലാ വിഭാഗം രാഷ്ട്രീയക്കാരും ഉൾക്കൊള്ളുന്ന ഒരു സംഘടന, എല്ലാവർക്കും ചേർന്നുള്ള ഒരു സംഘടനയാണ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ. അപ്പൊ ആ സ്റ്റാഫ് അസോസിയേഷന്റെ വിവിധ ഘട്ടങ്ങളിലായുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഇതുപോലെ തന്നെ പൊതു ഇടങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മുൻ സാഹചര്യങ്ങളിലൊക്കെ തന്നെ വൃദ്ധസദനത്തിലും അതുപോലുള്ള ഈ പൊതു ഇടങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾ ചില പ്രോഗ്രാമുകൾ നടത്താറുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ടീച്ചറേറ്റ് ഇവിടെ സമീപിച്ചു. ടീച്ചർ വളരെ സന്തോഷപൂർവ്വം ക്രിസ്മസ് ആഘോഷത്തിന് നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ നന്നായി എന്ന് പറയുകയും അത് ഞങ്ങൾ ഏറ്റെടുക്കുകയുമായിരുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയിൽ ഇത് വെച്ച് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അതിന് അംഗീകാരം വാങ്ങുമ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ അതിന് വന്ന ചർച്ച പ്രധാനമായിട്ട് സ്വാഗത പ്രസംഗിക പറഞ്ഞതുപോലെ ഒരു പൊതു വിഭാഗത്തിൽ പൊതുജനങ്ങളും കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു ക്ലബോ മറ്റോ ഇതിൻ്റെ ഒരു സഹകരണം കൂടി ഉണ്ടെങ്കിൽ പൊതുജനങ്ങളും കൂടി ഇതിലേക്കൊന്ന് ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കുന്ന എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എൻ്റെ പ്രിയ സുഹൃത്ത് ഷാഫി, ബ്ലേസിംഗ് സ്റ്റാർസ് ക്ലബിൻ്റെ ഷാഫി, സുബൈർ, അതുപോലുള്ള ബാവാക്ക, ഒരുപാട് ആളുകൾ, അവരോടൊക്കെ ഞാൻ ആദ്യം തന്നെ ഞാൻ മനസ്സിൽ കണ്ടത് അവരെയാണ്. അവരോട് പറഞ്ഞപ്പോൾ തന്നെ അവരത് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവരുടെ വകയായി അന്നത്തെ ഭക്ഷണം ഞങ്ങൾ സജ്ജീകരിക്കാം എന്ന് ഒരു ഉറപ്പ് തന്നു. ഭിന്നശേഷി വിഭാഗത്തിൽ പെടുന്ന നമ്മുടെ സഹോദരന്മാർക്ക് പഴയ പോലെയല്ല, ഇന്ന് ധാരാളം അവരെ പൊതുവേദികളിൽ എത്തിക്കാനും പൊതുവേദികളിൽ അവരോട് സംവദിക്കാനും ഒക്കെ തന്നെ ധാരാളം സൗകര്യങ്ങളുണ്ട്. ഭിന്നശേഷിയിൽപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അത്തരം ഒരു കാര്യം സമൂഹത്തിൽ തന്നെ മറച്ചു വെക്കുന്ന ഒരു രീതിയായിരുന്നു ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. അത്തരത്തിൽ ഒരു സഹോദരൻ ആ വീട്ടിലുണ്ടെങ്കിൽ അവർക്കൊക്കെ തന്നെ ഭയമായിരുന്നൊരു കാലമായിരുന്നു. കാരണം ഞങ്ങളുടെ കുട്ടികളുടെ വിവാഹം നടക്കില്ല, അല്ലെങ്കിൽ കല്യാണാലോചനകൾ, പൊതുസമൂഹം എല്ലാവരും ഒന്നിച്ചു ചേർന്ന് അതിനെ നേരിട്ടു. ഭിന്നശേഷി വിഭാഗത്തിൽ എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ വിഭിന്നമായിട്ടുള്ള കഴിവുകളുള്ള വിദ്യാർത്ഥികൾ എന്നാക്കി അതിനെ ഉയർത്തി കാണിക്കാൻ നമുക്ക് കഴിയും. സമൂഹത്തിൽ ഇന്ന് പൊതുസമൂഹം ചെയ്യുന്ന അതിലും നിരവധി അധികം കാര്യങ്ങൾ ചെയ്യാൻ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ കുട്ടികൾക്ക് പ്രാപ്തമാക്കാൻ ഈ ഒരു തീരുമാനത്തിലൂടെ അല്ലെങ്കിൽ പൊതുസമൂഹം എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി ഇന്ന് നടന്നു കഴിഞ്ഞിട്ട് നിരവധി സംഘടനകൾ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട സഹോദരന്മാർക്കായി പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കുള്ള വിദ്യാലയങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ സർക്കാരിൻ്റെ പൊതുവിദ്യാലയങ്ങളിൽ തന്നെ അവർക്ക് ചേർന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങൾ, പുതിയ ബഡ്സ് സ്കൂളുകൾ, അതോടൊപ്പം തന്നെ അവരെ സഹായിക്കാനുള്ള നടപടികൾ, ഇതെല്ലാം തന്നെ പൊതുസമൂഹത്തെ കൂടുതൽ അവരിൽ അടുപ്പിക്കാൻ, പൊതുസമൂഹത്തിൻ്റെ ലാളന അവർക്ക് ലഭ്യമാക്കാൻ, ആ സ്നേഹം പകർന്നു നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
സമൂഹത്തിൽ ഇങ്ങനെ ഭിന്നശേഷിക്കാരായ മക്കളുണ്ടാകുമ്പോൾ അതിൽ വിഷമം കാണിക്കാതെ ആ മക്കളെ പൊന്നുപോലെ നോക്കി വളർത്തി അവർക്ക് ആവശ്യമായ വിദ്യാലയം തേടി കണ്ടെത്തി ആ വിദ്യാലയങ്ങളിലെ പരിപാടികളിൽ പ്രസന്നവചനരായി ഞങ്ങളോടൊപ്പം നിൽക്കുന്ന രക്ഷിതാക്കളെ ഞാൻ ഹൃദയത്തോട് ചേർത്തുകൊണ്ട് അഭിനന്ദിക്കുകയാണ്. ഈ രക്ഷിതാക്കളോടൊപ്പം നിങ്ങൾ തനിച്ചല്ല, നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരുമുണ്ട്. രാജ്യത്തെ നാട്ടിലെ ഭരണകൂടമെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന ഒരു ഉറപ്പുകൂടി ഈ സദസ്സ് നിങ്ങൾക്ക് നൽകുകയാണ്. മലപ്പുറം ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ സ്മിത സ്വാഗതം ആശംസിച്ചു. തിരൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സാദിഖ്, തിരൂർ വാർഡ് കൌൺസിലർ ഗീത പള്ളിയേരി, KSCSA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ രാമകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഷിബു ശങ്കർ, HM ബേബി, ബ്ലേസിംഗ് സ്റ്റാർ പ്രസിഡന്റ് ഷാഫി മേലെപ്പറമ്പിൽ, സെക്രട്ടറി ഇല്യാസ്, സുബൈർ, സലാം സിംഫണി എന്നിവർ ആശംസകൾ അറിയിച്ചു. ഷാദിയ സലാം നന്ദി പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം അഡ്വക്കേറ്റ് അമിത് രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നൽകി. ഉച്ചഭക്ഷണത്തിന് ശേഷം എക്സൈസ് ഗായക സംഘം പി ബിജു, മനോജ് കുമാർ, അക്ഷയ്, അഭിലാഷ്, സൈഫുദ്ദീൻ എന്നിവർ നയിച്ച ഗാനമേളയും അവതരിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ.